എന്താണ് എഞ്ചിൻ ഓയിൽ കത്തുന്നത്? വാഹനങ്ങളുടെ എഞ്ചിൻ ഓയിൽ കത്തുന്നത് ഒരു സാധാരണ പ്രശ്നമാണ്. ഇത് എഞ്ചിൻ കേടായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചന നൽകുന്നു. യഥാർത്ഥത്തിൽ ഓയിൽ കത്തുന്നതല്ല, മറിച്ച് കമ്പഷൻ ചേമ്പറിലേക്ക് ഓയിൽ കടക്കുകയും ഇന്ധനത്തോടൊപ്പം കത്തിപ്പോവുകയും ചെയ്യുന്നതാണ്. എഞ്ചിന്റെ ചില ഭാഗങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓയിൽ കത്താനുള്ള പ്രധാന കാരണങ്ങൾ: പിസ്റ്റൺ റിങ്ങുകൾക്ക് തേയ്മാനം സംഭവിക്കുന്നത്. എഞ്ചിനിലെ പിസ്റ്റൺ റിങ്ങുകളാണ് ഓയിൽ കമ്പഷൻ ചേമ്പറിലേക്ക് കയറാതെ തടയുന്നത്. ഇവയ്ക്ക് തേയ്മാനം സംഭവിച്ചാൽ ഓയിൽ കമ്പഷൻ ചേമ്പറിലേക്ക് കടന്ന് ഇന്ധനത്തോടൊപ്പം കത്തും. വാൽവ് സീലുകൾക്ക് തകരാർ സംഭവിക്കുന്നത്. വാൽവ് സീലുകൾ പഴകുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഓയിൽ എഞ്ചിനിലേക്ക് ചോർന്ന് കത്തും. PCV പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ സിസ്റ്റത്തിലെ തകരാറുകൾ. ഈ സിസ്റ്റത്തിൽ തടസ്സമുണ്ടാകുന്നത് ക്രാങ്ക് കേസ് പ്രഷർ വർദ്ധിപ്പിക്കുകയും തന്മൂലം ഓയിൽ കത്തുന്നതിന് കാരണമാവുകയും ചെയ്യും. ടർബോ ചാർജറിനുള്ളിലെ ചോർച്ച, ടർബോ സീൽ ലീക്ക്. ടർബോ ചാർജറുള്ള വാഹനങ്ങളിൽ ടർബോ സീലുകൾക്ക് ചോർച്ചയുണ്ടായാൽ ഇൻടേക്ക് അല്ലെങ്കിൽ എക്സ്ഹോസ്റ്റ് വഴി ഓയിൽ കത്തും. എഞ്ചിൻ അമിതമായി ചൂടാവുന്നത്, ഓവർഹീറ്റിംഗ്. എഞ്ചിൻ കൂടുതൽ ചൂടാകുമ്പോൾ ഓയിലിന്റെ കട്ടി കുറയുകയും നീരാവിയായി കത്തിപ്പോകുകയും ചെയ്യാം. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വാഹനത്തിന്റെ സൈലൻസറിൽ നിന്ന് നീലനിറത്തിലുള്ള പുക പുറത്തുവരിക. എഞ്ചിൻ ഓയിൽ അളവ് പതിവായി കുറഞ്ഞുപോകുന്നത് ശ്രദ്ധയിൽപ്പെടുക. വാഹനത്തിന്റെ മൈലേജ് കുറയുക. സ്പാർക്ക് പ്ലഗുകളിൽ കാർബൺ അടിഞ്ഞുകൂടുക. എഞ്ചിൻ പവർ കുറയുക. പരിഹാരങ്ങൾ: എഞ്ചിൻ ഓയിൽ നിലവാരം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുക. നിങ്ങളുടെ വാഹനത്തിന് അനുയോജ്യമായ ഓയിൽ ഉപയോഗിക്കുക. എഞ്ചിൻ ഓയിൽ കത്തിക്കുന്നതിനുള്ള കാരണം കണ്ടെത്തുക. പിസ്റ്റൺ റിങ്ങുകൾ, വാൽവ് സീലുകൾ, PCV സിസ്റ്റം എന്നിവയിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോയെന്ന് മെക്കാനിക്കിനെക്കൊണ്ട് പരിശോധിപ്പിക്കുക. ചില സാഹചര്യങ്ങളിൽ എഞ്ചിൻ ഓവർഹോൾ ചെയ്യേണ്ടിവരാം. ഈ പ്രശ്നം നേരത്തെ കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ കാറ്റലിറ്റിക് കൺവേർട്ടർ കേടുവരാനും എഞ്ചിൻ ജാം ആകാനും വലിയ സാമ്പത്തിക നഷ്ടം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വിദഗ്ധനായ ഒരു മെക്കാനിക്കിനെ സമീപിക്കുന്നതാണ് ഉചിതം.